കുറിച്ചുമൊക്കെ ഞാൻ ചിന്തിക്കുകയായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് വയനാടിന്റെ സംസ്കാരവും ജീവിത രീതിയും ഒക്കെ കേരളത്തിലെയും മറ്റ് രാജ്യങ്ങളിലെയും സംസ്കാരങ്ങളുമായി ഇടപഴകി ചേർന്ന് ജീവിക്കുന്നത്. അതുപോലെ വ്യത്യസ്ത മതങ്ങളിലുള്ളവർ എത്ര മനോഹരമായിട്ടാണ് ഇവിടെ മറ്റു മതങ്ങളും മറ്റു ചിന്താധാരകളുമായി ഇഴിഞ്ഞു ചേർന്ന് ജീവിച്ചതെന്ന് ആലോചിച്ച് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാവുകയായിരുന്നു. As you know, for the last 2 months, I have been touring Uttar Pradesh. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 മാസങ്ങളായി ഞാൻ ഉത്തർപ്രദേശിൽ മുഴുവൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And just like the tribal culture, which has a deep respect for land, for the earth, for the forests, the farmers of Uttar Pradesh have a deep respect and a deep connection to their land, to their crop, to the earth and to the world around them. ഞാനിങ്ങനെ ഇവിടെ നിങ്ങളോട് പറയുകയുണ്ടായി, 2 മാസങ്ങളായി ഞാൻ ഉത്തർപ്രദേശിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ കർഷകർക്ക്, ഇവിടുത്തെ ആദിവാസികൾക്ക് നിങ്ങളുടെ ഭൂമിയുമായി, നിങ്ങളുടെ സംസ്കാരവും വനവുമായി ഇടപിടിക്കുന്ന ഒരു ബന്ധം, വളരെ അടുത്തു ചേർന്ന ഒരു ബന്ധമുള്ളത്. അതുപോലെ ഉത്തർപ്രദേശിലെ കർഷകർക്ക് അവരുടെ ഭൂമിയുമായി, അവരുടെ സംസ്കാരവുമായി എല്ലാം വളരെയധികം അടുത്ത അഗാധമായ ഒരു ബന്ധമാണുള്ളത്. And it is when I looked at these lush green hills and I thought about your tribal culture and I thought about the farmer in UP, that the immensity of the betrayal that the BJP government has enacted for the last 5 years with the people of India truly struck my heart. ഞാനിങ്ങനെ ഇവിടെ ഈ മലനിരകളുടെ ഹരിതാപ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ വരുമ്പോഴാണ് ഞാൻ ഇവിടുത്തെ ആദിവാസി സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ കർഷകർക്ക് ഈ രാജ്യത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചും അവരുടെ ബന്ധത്തെക്കുറിച്ചും അവരുടെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ ഗാഢമായി ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എത്രമാത്രം തീവ്രമാണ് കഴിഞ്ഞ 5 വർഷങ്ങളായി, എത്ര തീവ്രമായി ഗുരുതരമായിട്ടാണ് ഈ BJP ഗവൺമെന്റ് ഇവിടുത്തെ കർഷകരെയും ആദിവാസികളെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. Because this is my country. കാരണം These hills of Kerala, these are my country. And those fields of Uttar Pradesh, the wheat fields that I see every day, those are my country. And Tamil Nadu is my country. And the Northeast is my country. And Gujarat is my country. And I can name state after state after state with a different culture, with its own way of living, with its own tradition, with its own different religions living together. All of that is our country. It is my country. And all the BJP has done in the last 5 years is tell you that this is separate, that is divided, that you do not all belong, that a part belongs more, another part belongs less. This is an immense betrayal of what India stands for. എനിക്ക് എന്തുകൊണ്ടാണ് ഈ മലനിരകളിലൂടെ ഇവിടെ കടന്നു വന്നപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നിയത്? കാരണം വയനാട് എൻ്റെ രാജ്യമാണ്. വയനാട്ടിലെ മലനിരകൾ എൻ്റെ രാജ്യമാണ്, എൻ്റെ സ്വന്തമാണ്. ഉത്തർപ്രദേശിലെ ഗോതമ്പ് പാടങ്ങൾ എനിക്ക് എത്രമാത്രം സ്വന്തമാണോ അതുപോലെ വയനാടും എനിക്ക് സ്വന്തമാണ്, എൻ്റെ രാജ്യമാണ്. തമിഴ്നാട് എൻ്റെ രാജ്യമാണ്, കേരളം എൻ്റെ രാജ്യമാണ്. ഈ ഓരോ സംസ്ഥാനവും, ഈ രാജ്യത്തെ ഓരോ സംസ്ഥാനവും എൻ്റെ സ്വന്തമാണ്, എൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷങ്ങളായി BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവർ ഈ സംസ്ഥാനങ്ങളെ മുഴുവൻ വിഭജിക്കുന്നു. ഒരു ഭാഗം മറ്റൊന്നിൽ നിന്ന് വേറെയാണെന്ന് പറയുന്നു, ഒരു ഭാഗം മറ്റൊന്നിനേക്കാൾ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നു, ഒരു ഭാഗം മറ്റൊന്നിനേക്കാൾ ചെറുതാണെന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഈ വയനാടും ഈ ഉത്തർപ്രദേശും ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ ഭാഗങ്ങളും ഒന്നുപോലെ എൻ്റെ ഹൃദയത്തിന് പ്രിയപ്പെട്ടതാണ്. Our freedom fighters gave their lives for all of us. They gave their lives for a country in which all of us, with all our separate ideologies, with all our separate ways of being, should thrive and flourish. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി അവർ ജീവൻ നൽകി. അവർ ജീവൻ നൽകിയത് എങ്ങനെയുള്ള ഒരു രാജ്യത്തിന് വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾക്ക് ഓരോരുത്തർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മളുടെ വ്യത്യസ്തമായ ചിന്താധാരകളും ആശയങ്ങളുമായി സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവൻ നൽകിയത്. They fought for the power of the people. അവർ പോരാടിയത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ശക്തിക്ക് വേണ്ടിയാണ്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അധികാരം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പോരാടിയത്. They fought for democracy and freedom. അവർ പോരാടിയത് ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ്. 5 years ago,
a government came into power that was voted in with a big majority. 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. In all their wisdom, the people of our country placed their faith and their hopes in the BJP government. നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും അവരുടെ എല്ലാ വിവേകത്തോടും കൂടി അവരുടെ പ്രതീക്ഷകൾ ഈ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്ന BJP ഗവൺമെന്റിൽ അവരുടെ പ്രതീക്ഷകൾ അർപ്പിച്ചു. And that government, from the moment it came to power, began to betray that faith. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ പ്രതീക്ഷകളും നെഞ്ചിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അധികാരത്തിൽ വന്ന BJP ഗവൺമെന്റ് എന്താണ് ചെയ്തതെന്ന് അറിയാമോ? അധികാരത്തിൽ വന്ന നിമിഷം മുതൽ ഈ രാജ്യത്തെ ഓരോ ജനതയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ BJP ഗവൺമെന്റ് ചെയ്യുന്നത്. They promised farmers that they would double their income. അവർ കർഷകരോട് പറഞ്ഞു, നിങ്ങളുടെ വരുമാനം ഞങ്ങൾ ഇരട്ടിയാക്കുമെന്ന്. They promised young men and women that they would produce 2 crore jobs every year. അവർ ഈ രാജ്യത്തെ ചെറുപ്പക്കാരായ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും പറഞ്ഞു, നിങ്ങൾക്ക് വർഷം 2 കോടി തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞു. They promised people that they would put 15 lakhs in each person's bank account. എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ 15 ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്ന് അവർ ഇവിടുത്തെ രാജ്യത്തെ ഓരോ വ്യക്തിയോടും വാഗ്ദാനം ചെയ്തു. But once they came into power, they forgot those who gave them power. പക്ഷേ അധികാരത്തിൽ വന്ന ശേഷം ഇവിടുത്തെ BJP ഗവൺമെന്റ് അവർക്ക് ആരാണോ അധികാരം നൽകിയത് ഈ നാട്ടിലെ ഓരോ ജനത്തെയും അവർക്ക് അധികാരം നൽകിയ ജനങ്ങളെ അവർ They began to believe that the power belonged to them and not to the people. അവർ ചിന്തിക്കാൻ തുടങ്ങി, അധികാരം ഞങ്ങൾക്കുള്ളതാണ്, ഈ രാജ്യത്തെ ജനങ്ങൾക്കുള്ളതല്ല അധികാരം, മറിച്ച് അധികാരം ഞങ്ങൾക്കുള്ളതാണെന്ന് BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് മുഴുവൻ ചിന്തിക്കാൻ തുടങ്ങി. The first indication of this gross misunderstanding came when their own president declared shortly after the election that the promise of 15 lakhs in every bank account was just for the sake of the elections, what he called a jumla. ശരിക്കും എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിച്ചത്? ഇപ്രകാരം അവർ ജനങ്ങൾക്കല്ല തങ്ങൾക്കാണ് അധികാരം എന്ന് വിശ്വസിക്കുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം BJPയുടെ പ്രസിഡന്റ് ഇത്തരം ഒരു തെറ്റിദ്ധാരണയുടെ വ്യക്തമായൊരു സൂചനയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം BJPയുടെ പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലം നൽകിയ വാഗ്ദാനങ്ങളെല്ലാം ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി നൽകുന്ന വെറും വാഗ്ദാനങ്ങൾ, അതായത് ജുംല, ഒരർത്ഥമില്ലാത്ത വെറും വാഗ്ദാനങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ BJP എങ്ങനെയാണ് ജനങ്ങളെ കരുതുന്നതെന്ന് നമുക്ക് മനസ്സിലായി. But as the 5 years progressed, one after the other, evidence came before us of the fact that this government was never even interested. It never had the intentions of fulfilling any of these promises. ഈ 5 വർഷങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഒന്നൊന്നായി നമ്മുടെ മുൻപിൽ തെളിവുകൾ വരികയായിരുന്നു. ഈ ഗവൺമെന്റിന്, BJP ഗവൺമെന്റിന് ഈ രാജ്യത്തെ ജനങ്ങളുടെ കാര്യത്തിൽ ഒരു താല്പര്യവുമില്ല. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ BJP ഗവൺമെന്റിന് ഒരു താല്പര്യവുമില്ല എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് കഴിഞ്ഞ 5 വർഷങ്ങളായി നമ്മുടെ മുൻപിൽ വന്നുകൊണ്ടിരിക്കുന്നത്. The same farmers whose income they were supposed to double became helpless. You and Wayanad are well aware that when there were floods, no relief was provided to you. You are well aware that when you have had difficulties and farmers have been in debt, no relief has been provided to you. ശരിക്കും ഏത് കർഷകർക്കാണോ അവർ ധാരാളം അവരുടെ വരുമാനം ഇരട്ടിയാക്കാമെന്ന് വാഗ്ദാനം നൽകിയത്, കർഷകർ നിസ്സഹായരാകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എനിക്കറിയാം ഈ വയനാട്ടിൽ ധാരാളം കർഷകരുണ്ട്. പ്രളയകാലത്തും അതിനുശേഷവും നിങ്ങൾ ധാരാളം ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്കൊന്നും കൃത്യസമയത്ത് വേണ്ട സഹായം കിട്ടിയിട്ടില്ലെന്നും എനിക്ക് വ്യക്തമായി അറിയാം. Programs like Manrega have been rendered weak. And wherever I go, I am told that there are so many issues with it because the government has purposely tried to strangle it and bring it down from what it used to be during Congress government. പ്രധാനപ്പെട്ട പരിപാടിയായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പദ്ധതികളെ വളരെയധികം ദുർബലമാക്കുകയാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ എവിടെയൊക്കെയോ ഞാൻ സഞ്ചരിക്കുന്നു, അവിടെയൊക്കെ എന്നോട് ജനങ്ങൾ വന്ന് പറയുന്നു, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പദ്ധതികളെ ഇല്ലാതാക്കാനാണ് BJP ഗവൺമെന്റ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. My grandmother Indira ji always had a deep respect for the tribal culture and the tribal people.
എൻ്റെ മുത്തശ്ശിയായ ശ്രീമതി ഇന്ദിരാജിക്ക് എല്ലായ്പ്പോഴും ആദിവാസി സംസ്കാരവുമായി ആദിവാസി ജനതയുമായി അടുത്ത ബന്ധവും അവരോട് ആഴമേറിയ ബഹുമാനവും ഉണ്ടായിരുന്നു. Out of that deep respect came the Congress's policies for you and the Congress's policies to bring you forward while retaining your own identity and your own culture. എൻ്റെ മുത്തശ്ശിയായിരുന്ന ഇന്ദിരാജിക്ക് ഈ രാജ്യത്തെ ആദിവാസി ജനതയോടുള്ള ആഴമേറിയ ബഹുമാനത്തിൽ നിന്നാണ് ഈ രാജ്യത്തെ ആദിവാസികളെ നിങ്ങളുടെ സംസ്കാരവും ചരിത്രവും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള കോൺഗ്രസിന്റെ നയപരിപാടികളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ദിരാജിക്ക് ഈ രാജ്യത്തെ ആദിവാസി ജനതയോടുള്ള അഗാധമായ ബഹുമാനമാണ്. The Congress has always protected tribal land and tribal livelihood and will continue to do so. കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും ആദിവാസി ജനതയുടെ ഭൂമിയും ആദിവാസി ജനതയുടെ ഉപജീവന മാർഗങ്ങളും സംരക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലായ്പ്പോഴും ഈ നാട്ടിലെ ആദിവാസികളുടെ ഭൂമിയും അവരുടെ ഉപജീവന മാർഗവും അതുപോലെ തന്നെ തുടർന്നും സംരക്ഷിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. In our manifesto for this election, we are also proposing a scheme called Nyay, in which 72,000 rupees will annually be given to every family which is in distress and in need. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഈ പ്രാവശ്യം 2019 കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് ഓരോ വർഷവും 72,000 രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന ന്യായ് എന്ന പദ്ധതി, അടിസ്ഥാന വരുമാനം ലഭ്യമാക്കുന്ന ഒരു പദ്ധതി കൂടി നടപ്പിലാക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. Young people will be able to start their own companies, their own businesses without the baggage of multiple permissions and taxes. അതുപോലെ തന്നെ ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് ഗവൺമെന്റുകളിൽ നിന്നും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ധാരാളം അനുമതികളും അനുവാദങ്ങളും ലഭിക്കാതെ ധാരാളം നികുതി കൊടുക്കാൻ ആവശ്യം വരികയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ധാരാളം സംരംഭങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു സംവിധാനവും കോൺഗ്രസ് ഉറപ്പ് നൽകുന്നു. Education up to the 12th standard and health in government hospitals will be provided for free. 12ാം ക്ലാസ് വരെ ഈ നാട്ടിലെ എല്ലാ എല്ലാ വിദ്യാർത്ഥിനികൾക്കും സൗജന്യ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ എല്ലാവർക്കും സൗജന്യ രോഗനിർണയവും ചികിത്സയും, ഇതും കോൺഗ്രസ് പ്രകടന പത്രികയിൽ നിങ്ങൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ്. The fundamental difference between what the BJP promises you and the Congress promises you is firstly that the Congress has the intention to deliver, and it has proved this. It has proved this in states where the Congress has come to power and has waived loans of farmers in the last few months itself. നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ, BJP നൽകുന്ന വാഗ്ദാനങ്ങളുടെയും കോൺഗ്രസ് നൽകുന്ന വാഗ്ദാനങ്ങളുടെയും അടിസ്ഥാന വ്യത്യാസം എന്താണെന്ന് അറിയുമോ? കോൺഗ്രസ് നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അത് നിറവേറ്റാനുള്ള ഇച്ഛാശക്തിയോടുകൂടിയാണ് കോൺഗ്രസ് നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നത്. അത് കോൺഗ്രസ് തെളിയിച്ചതുമാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്ന 3 സംസ്ഥാനങ്ങൾ കർഷകരുടെ കടം എഴുതി തള്ളിയതോടുകൂടെ കോൺഗ്രസ് വാഗ്ദാനങ്ങൾ നിങ്ങളോട് നിറവേറ്റും എന്ന് ഞങ്ങൾ തെളിയിച്ചതാണ്. And the other fundamental difference is that the Congress wants to empower you. The Congress understands that the power of the people is supreme. മറ്റൊരു അടിസ്ഥാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ശക്തീകരിക്കേണ്ടത് നിങ്ങളെയാണ്. നിങ്ങൾ ഓരോരുത്തരെയുമാണ് കോൺഗ്രസിനെ ശക്തീകരിക്കേണ്ടത്. കോൺഗ്രസ് മനസ്സിലാക്കുന്നു അധികാരവും ശക്തിയും നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടതാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നു. Whereas the BJP has shown that it does not respect the people. It does not understand that the power is given to it by you. Its policies do not reflect a respect for you. Its policies reflect respect only for a few businessmen for whom they are available all of their time. പക്ഷേ BJP എന്താണ് ചെയ്യുന്നത്? BJP ഈ രാജ്യത്തെ ജനങ്ങളെ ബഹുമാനിക്കുന്നില്ല. ഈ രാജ്യത്തെ ജനങ്ങളാണ് BJPക്ക് അധികാരം നൽകിയതെന്ന് അവർ വിശ്വസിക്കുന്നില്ല. BJPക്ക് ബഹുമാനമുള്ളത്, വിശ്വാസമുള്ളത് ഈ രാജ്യത്തെ 10-15 വരുന്ന കുറച്ച് മനുഷ്യർക്ക് വേണ്ടി മാത്രമാണ്, കുറച്ച് വ്യവസായികൾക്ക് വേണ്ടി മാത്രമാണ് BJP ഗവൺമെന്റ് നിലകൊള്ളുന്നതും വിശ്വസിക്കുന്നതും. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ അവർ ബഹുമാനിക്കുന്നതും വിശ്വസിക്കുന്നുമില്ല. Their efforts to weaken democracy, to shut down the voice of the people when it is raised, to weaken institutions that protect the people's rights, that protect the people's ability to protest and to show their displeasure against the government,
is a sign of how much they respect the people of India. നമ്മുടെ BJP ഗവൺമെന്റ്, ഈ രാജ്യത്തിലിരിക്കുന്ന BJP ഗവൺമെന്റ് എങ്ങനെയാണോ ഈ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നത്, എങ്ങനെയാണോ ഈ ജനാധിപത്യ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുന്നത്, എങ്ങനെയാണോ ഈ രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദത്തെ അടിച്ചമർത്തുന്നത്, ഇതെല്ലാം വ്യക്തമാക്കുന്നത് BJPക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ ഒരിക്കലും ബഹുമാനിക്കാനും വിശ്വസിക്കാനും കഴിയുകയില്ലെന്നും അവർക്ക് ഈ രാജ്യത്തെ ജനങ്ങളോട് ഒരു ബഹുമാനവും ഇല്ലെന്നുള്ളതിന്റെ സൂചനകളാണ്. So I am here before you today to ask you to consider all these things when you go to cast your vote, to understand that to protect our country, to protect your voice, to protect democracy, to protect all those institutions which are there to safeguard the power that actually belongs to you, you must vote having thought and considered all these things in great depth. ഞാനിവിടെ വന്നത്, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ശബ്ദവും അധികാരവും നൽകുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ വളരെ ഗാഢമായി ആലോചിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. My friends, I also stand before you today as a sister. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഒരു സഹോദരിയായിട്ടും കൂടിയാണ്. I stand here on behalf of a man who I have known from the day I was born. ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഞാൻ ജനിച്ച ദിവസം മുതൽ എനിക്കറിയാവുന്ന ഒരു മനുഷ്യന് വേണ്ടിയാണ്. He is going to be your candidate in this election, and over the last 10 years, he has faced a massive personal attack from his opponents. അദ്ദേഹം ഈ ഇലക്ഷനിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ നേരെ നടന്നിട്ടുള്ള വ്യക്തിപരമായ ആക്രമണങ്ങൾ, കടുത്ത വ്യക്തിപരമായ ആക്രമണങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. They have sought to portray in front of all of you and in front of the people of India a character of his which is very far from the truth. അദ്ദേഹം ശരിക്കും ആരാണ്? അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ആളുകൾ മുഴുവൻ അദ്ദേഹം ശരിക്കും എന്താണെന്നറിയാതെ, അദ്ദേഹം ആരാണെന്നറിയാതെ, അദ്ദേഹമല്ലാത്ത ഒരു സ്വഭാവ രീതിയാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹം എന്തല്ലയോ അതൊക്കെയാണ് നിങ്ങളുടെ മുൻപിൽ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം എന്തല്ല അതാണ് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ കഴിഞ്ഞ 10 വർഷങ്ങളായി അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളുടെ മുൻപിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. It is for this reason that I would like to tell you a little about him today. അതേ കാരണം കൊണ്ട് തന്നെയാണ് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ കുറിച്ച് നിങ്ങളോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. My brother Rahul is elder to me by 2 years. എൻ്റെ സഹോദരൻ രാഹുൽ എന്നെക്കാളും 2 വയസ്സ് മൂത്തതാണ്. He has been my ally through both the most beautiful and the most painful moments of my life. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിലും ഏറ്റവും വേദന നിറഞ്ഞ നിമിഷങ്ങളിലും എൻ്റെ കൂടെ എൻ്റെ കൈപിടിച്ച് നിന്ന ആളാണ് എൻ്റെ സുഹൃത്തായ എൻ്റെ സഹോദരനായ രാഹുൽ. As children, the two of us shared a childhood in which we experienced the devastation of violence and loss. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ബാല്യകാലത്ത് ഒരുമിച്ച് ജീവിച്ചപ്പോൾ അക്രമം, ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തം എത്രമാത്രമാണെന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് മനസ്സിലാക്കിയത്. Indiraji was like another mother to us. ഇന്ദിരാജി ഞങ്ങൾക്ക് മറ്റൊരു അമ്മയെ പോലെയായിരുന്നു. My brother was 14 years old and I was 12 when she was assassinated in our own home. ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ഇന്ദിരാജി മൃഗീയമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ എൻ്റെ സഹോദരന് 14 വയസ്സായിരുന്നു, എനിക്ക് 12 വയസ്സും. Our small family of 4 was bound together by the deep love that our parents shared, and that love gave us the courage to face what was happening to us. ഞങ്ങളുടെ 4 പേർ ചേർന്നടങ്ങുന്ന ഒരു ചെറിയ കുടുംബം, ആ കുടുംബത്തിൽ ഞങ്ങൾക്ക് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ധൈര്യം നൽകിയത് ഞങ്ങൾ 4 പേരും തമ്മിലുണ്ടായിരുന്ന അഗാധമായ ആഴമേറിയ സ്നേഹത്തിൻ്റെ ഒരു ബന്ധമായിരുന്നു. 7 years later, at the age of 21, when my brother was studying in Harvard University, my father was assassinated. ഇന്ദിരാജി കൊല്ലപ്പെട്ട് 7 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സഹോദരൻ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത്, അദ്ദേഹത്തിന് 21 വയസ്സുള്ള സമയത്താണ് എൻ്റെ പിതാവ് അതുപോലെ തന്നെ മൃഗീയമായി കൊല്ലപ്പെട്ടത്. My brother and I were shattered. ഞാനും
എൻ്റെ സഹോദരനും തകർന്നുപോയി. But even in that moment of shattering, he said to me that he had no anger in his heart. അങ്ങനെ എല്ലാ വിധത്തിലും തകർന്നുപോയ അവസ്ഥയിലും എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ അല്പം പോലും വിദ്വേഷവും ദ്വേഷവുമില്ല. Soon after the passing away of my father, my brother decided to work hard and equip himself to fulfill the dreams that my father could not fulfill. എൻ്റെ പിതാവ് മരണപ്പെട്ട് കൊല്ലപ്പെട്ട ശേഷം എൻ്റെ സഹോദരൻ തീരുമാനിച്ചു, എൻ്റെ പിതാവിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും, അതിനുവേണ്ടി ഞാൻ എന്നെ സ്വയം സജ്ജമാക്കും എന്ന് ചിന്തിച്ച് അദ്ദേഹം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ആരംഭിച്ചു. He finished his education at Cambridge University in the UK and got himself a job. He worked anonymously without the crutches of connections and the name of his family until he came back to India in 2004 and stood for election in Amethi for the first time. അതിനുശേഷം അദ്ദേഹം UK-യിലെ ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അതേ തുടർന്ന് ആരും അറിയാതെ, അദ്ദേഹത്തിൻ്റെ കുടുംബം എന്തെന്നറിയാതെ, അദ്ദേഹത്തിൻ്റെ പേരെന്തെന്നറിയാതെ അദ്ദേഹം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം 2004 അദ്ദേഹം ഇന്ത്യയിലെത്തി അമേഠിയിൽ നിന്ന് തെരഞ്ഞെടുപ്പിന് മത്സരിച്ചു. My brother is a man who believes so deeply in equality that he will not remain silent in the face of inequality. എൻ്റെ സഹോദരൻ സമത്വം, തുല്യത എന്ന ചിന്താഗതിയിൽ വളരെ ആഴത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അസമത്വം നമ്മുടെ രാജ്യത്തോ സമൂഹത്തിലോ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരിക്കലും മിണ്ടാതിരിക്കാനും പ്രതികരിക്കാതിരിക്കാനും ആവില്ല. Sensing the unfairness of the political system, one of the first things he did was he attempted to democratize the frontal organizations of the Congress party of which he was in charge. നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളിൽ, രാഷ്ട്രീയ സംവിധാനങ്ങളിൽ നിലനിൽക്കുന്ന അസമത്വം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ആദ്യം ചെയ്തത് നമ്മുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സംവിധാനങ്ങളിൽ, സ്ഥാപനങ്ങളിൽ ജനാധിപത്യം കൊണ്ടുവരാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടത്തുകയാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. Despite much criticism, he went ahead. And even today, as I travel across India, I meet so many young MLAs who tell me that if it was not for this process that he had instituted in the frontal organizations, there would be no chance for them to have risen through the political system without patronage or favors. അദ്ദേഹം, എൻ്റെ സഹോദരൻ, ഇവിടുത്തെ പാർട്ടിയുടെ സ്ഥാപനങ്ങളിൽ ജനാധിപത്യം കൊണ്ടുവരാൻ ശക്തമായി ശ്രമിച്ചു. വളരെയധികം വിമർശനങ്ങൾ നേരിട്ടും അതൊന്നും കാര്യമാക്കാതെ അദ്ദേഹം മുൻപോട്ട് പോയി. ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഞാൻ സഞ്ചരിക്കുമ്പോൾ പലയിടത്തുമുള്ള യുവാക്കളും യുവതികളുമായ MLA-മാർ പറയുന്നു, രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ഇത്തരം പരിഷ്കാരങ്ങൾ ഈ സംവിധാനങ്ങളിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾക്കാർക്കും ഇങ്ങനെ രാഷ്ട്രീയ സംവിധാനത്തിൽ വരാനും MLA-മാരാകുവാനും സാധിക്കുമായിരുന്നില്ല എന്ന് പല MLA-മാരും എന്നോട് പറയുന്നു. As I worked with him in Amethi, we started a group of self-help group for women. At that time, my idea was that it should help a few hundred women in the constituency, because wherever I used to go, I used to see how disempowered my sisters were and how much difficulty they had to face all on their own. അമേഠിയിൽ ഞാനും എൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ അവിടെ 100 പേർ ചേർന്ന സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾ ഞങ്ങൾ തുടങ്ങി. എൻ്റെ ചിന്ത എന്ന് വെച്ചാൽ നമ്മുടെ സഹോദരിമാർ ധാരാളം ദുഃഖത്തിലാണ്, ദുരിതത്തിലാണ്, അവർക്ക് കുറച്ചു പേർക്ക് വേണ്ടി ഒരു സ്വയം സഹായ സഹകരണ സംഘം ആരംഭിക്കുക എന്നതായിരുന്നു എൻ്റെ ചിന്ത. When my brother became MP of Amethi, he grew that program which was helping 500 women into a program which is the biggest self-help group for women today in northern India, and there are more than 1 million women who are benefiting from it. അന്ന് 500 പേർക്ക് വേണ്ടി തുടങ്ങിയ ആ സ്വയം സഹായ സംഘം അതിനുശേഷം എൻ്റെ സഹോദരൻ അമേഠിയിലെ MP ആയപ്പോൾ വടക്കേ ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ച് ഇന്ന് ഏകദേശം ദശലക്ഷക്കണക്കിന് സ്ത്രീകളെ സഹായിക്കുന്ന ഒരു വലിയ സ്വയം സഹായ സംഘമായി അവിടെ മാറിയിരിക്കുന്നു. One day elections were coming, and I said to him, "We have so many women in this self-help group. Why don't we tell them about our ideology and ask them to help us spread it?" And he turned to me and he said, "No, Priyanka. We are not empowering these ladies so that they should be indoctrinated with our views. We are empowering them so that they should have views of their own.
and he did not let me do it. ഒരിക്കൽ ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ എൻ്റെ സഹോദരൻ രാഹുലിനോട് ചോദിച്ചു, എന്തുകൊണ്ട് ഈ പറയുന്ന സ്വയം സഹായ സംഘങ്ങൾ, നമ്മൾ വളർത്തിയെടുത്ത സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകളെ നമ്മളുടെ കോൺഗ്രസിൻ്റെ ആശയധാര പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൂടാ? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇല്ല പ്രിയങ്ക, നമ്മൾ അവരെ ശക്തിപ്പെടുത്തുന്നത് നമ്മളുടെ ആശയധാരകൾ അവരിൽ അടിച്ചേൽപ്പിക്കാനല്ല, നമ്മുടെ ചിന്താധാരകളിൽ പകർത്താൻ വേണ്ടിയല്ല അവരെ നമ്മൾ ശക്തീകരിക്കുന്നത്. അവർക്ക് സ്വന്തമായ ചിന്താധാരകളും ആശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകാൻ വേണ്ടിയാണ് അവരെ നമ്മൾ ശക്തിപ്പെടുത്തുന്നത്. ഇല്ല, ഞാൻ അതിനൊരിക്കലും അനുവദിക്കില്ല. My brother is a man who led a farmers movement when his own party was in government in order to show his own party that they needed to reconsider their policies. സ്വന്തം പാർട്ടി അധികാരത്തിലിരുമ്പോൾ കർഷക പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്ന ആളാണ് എൻ്റെ സഹോദരൻ. കാരണം അദ്ദേഹത്തിന് എല്ലാവരോടും പറയേണ്ടിയിരുന്നു കർഷകരുടെ പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ടതാണെന്ന്. He is a man who opposed an ordinance passed by his own government because he believed it protected untruth. അദ്ദേഹം ഒരു വ്യക്തിയാണ്, സ്വന്തം ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ നടപ്പിലാക്കിയ ഒരു ഓർഡിനൻസിനെതിരെ പ്രതികരിച്ച വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന് അസത്യത്തിന് വേണ്ടി ഒരിക്കലും നിലകൊള്ളാൻ സാധിക്കില്ല. He is a man who was ridiculed for his courage and berated for his ideas, yet he never allowed himself to become prey to anger and hatred. He is someone who is abused daily by his opponents. His education is questioned. His martyred father is called a thief. His mother is called names. And yet he has the courage and the wisdom to stand up in parliament, walk over to the other side and hug those who abuse him. എൻ്റെ സഹോദരൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും അധിക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെ ചോദ്യം ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ ചോദ്യം ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മയെപ്പറ്റി അനാവശ്യങ്ങളെല്ലാം പറയുന്നു, അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിയായ അച്ഛനെ കള്ളൻ എന്ന് വിളിക്കുന്നു. പക്ഷേ ഇതൊന്നും കേട്ടിട്ട് കുലുങ്ങാതെ, ഇതൊന്നും കേട്ടിട്ട് പതറാതെ, എത്രയധികം അധിക്ഷേപങ്ങൾ ഉണ്ടായാലും എത്ര എതിർപ്പുണ്ടായാലും പാർലമെന്റിൽ തന്നെ എത്രയധികം അധിക്ഷേപിച്ചാലും മറുഭാഗത്തോട് നടന്നു ചെന്ന് മനസ്സിൽ ദേഷ്യമില്ലാതെ വിദ്വേഷമില്ലാതെ മറുഭാഗത്തെ ആലിംഗനം ചെയ്യുന്ന വ്യക്തിയാണ് എൻ്റെ സഹോദരൻ. He is able to do this because he has done tremendous inner work in order to better understand himself. അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സ്വന്തം മനസ്സിനോട്, സ്വന്തം ആത്മാവിനോട് വളരെയധികം സംസാരിച്ചുകൊണ്ട് ഞാൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിദ്വേഷത്തിനെതിരെ ഇന്നും സ്നേഹവും കരുണയും മാത്രം നിലനിൽക്കുന്നത്. It is not much known, but he has read most of the religious texts of Hinduism, Islam, Buddhism and also of Christianity. ഒരു പക്ഷേ എല്ലാവർക്കും അറിയില്ല, പക്ഷേ എല്ലാ മതങ്ങളുടെയും, ഹിന്ദുയിസത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ക്രിസ്ത്യാനിറ്റിയുടെയും ബുദ്ധിസത്തിൻ്റെയും ഒക്കെ മതഗ്രന്ഥങ്ങൾ അദ്ദേഹം ആഴത്തിൽ പഠിക്കുന്ന വ്യക്തിയാണ് എൻ്റെ സഹോദരൻ. And he understands the Vedas, the Upanishads, Shaivism with a great depth that I doubt very much those who claim to be the political custodians of Hinduism understand. വേദങ്ങളും ഉപനിഷത്തുകളും ശൈവിസവും എല്ലാം അദ്ദേഹത്തിന് വളരെ ആഴത്തിൽ അറിയാം. എനിക്ക് നല്ല സംശയമുണ്ട്, ഹിന്ദുയിസത്തിന്റെ രാഷ്ട്രീയ രക്ഷാധികാരികൾ എന്ന് കാവൽക്കാരെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന് അറിയാവുന്ന ആഴത്തിന്റെ അല്പമെങ്കിലും ഹിന്ദുയിസത്തെക്കുറിച്ച് അറിയാമോ എന്ന് സംശയമുണ്ട്. അവർക്കറിയാവുന്നതിലും കൂടുതൽ ആഴത്തിൽ ഹിന്ദുയിസത്തെയും ശൈവിസത്തെയും വേദാസിനെയും ഉപനിഷത്തിനെയും മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളാണ് എൻ്റെ സഹോദരൻ. In his personal life, he is simple. One day I went to his house and I saw him cleaning his cupboard. I asked him, "What are you doing?" അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം വളരെ ലളിതനായ ഒരു വ്യക്തിയാണ്. ഞാനൊരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ കബേർഡ് അദ്ദേഹം വൃത്തിയാക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ ചെയ്യുന്നത്? He said, "I am reducing everything I have to just 10 things." അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വെറും 10 സാധനങ്ങളായി ചുരുക്കുകയാണ്. And ever since then, he neither has more than that, nor he needs more than that. അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് 10 വസ്തുക്കളല്ലാതെ വേറെ ഒന്നും കൂടുതലില്ല. അദ്ദേഹത്തിന് അതിൽ കൂടുതൽ ആവശ്യവുമില്ല. Since I am telling you about him, and I know you love soccer, he loves soccer as well. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പല കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാണ്. ഒരു കാര്യം കൂടെ പറയാം, എനിക്കറിയാം നിങ്ങൾക്ക് സോക്കർ ഇഷ്ടമാണ്, അദ്ദേഹത്തിനും ഇഷ്ടമാണ്. He is a black belt in Aikido, a qualified pilot,
an instructor level free diver who can dive 75 meters into the sea in one breath. He has done mountaineering courses with the ITBP when he was young. He's passionate about soccer and travel, and has traveled the world to understand people, social movements and political ideologies. അദ്ദേഹത്തിന് നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളുമുണ്ട്. അദ്ദേഹം ഒരു ഡൈവറാണ്, അദ്ദേഹം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പൈലറ്റാണ്, അദ്ദേഹത്തിന് 75 മീറ്റർ താഴേക്ക് ഡൈവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫുട്ബോൾ, സോക്കർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്. അദ്ദേഹം ലോകം മുഴുവൻ യാത്ര ചെയ്ത് വ്യത്യസ്ത സംസ്കാരങ്ങളെയും മനുഷ്യരെയും സാമൂഹ്യ പ്രക്ഷോഭങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളാണ്. But he will never let anyone talk about these accomplishments. And I'm sure when he finds out that I have said all this today, he's not going to like it very much. അത് മാത്രമല്ല, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ മറ്റുള്ളവർ പറയുന്നതിൽ താല്പര്യമില്ല. എനിക്കിന്ന് ഉറപ്പുണ്ട്, ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് അദ്ദേഹത്തെക്കുറിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞെന്നറിയുമ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുകയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. Because he shuns publicity for himself. കാരണം സ്വയം പബ്ലിസിറ്റി ലഭിക്കുന്നത്, സ്വയം പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത കാര്യമാണ്. And he is a man for whom being praised or being victorious has no meaning. അദ്ദേഹത്തെ ആരെങ്കിലും സ്തുതിക്കുക, അദ്ദേഹം വളരെ നല്ലതാണെന്ന് പറയുക, അദ്ദേഹം വിജയിയാണെന്ന് പറയുക, ഇത്തരം കാര്യങ്ങൾക്ക് അദ്ദേഹം വലിയ അർത്ഥം കൊടുക്കുന്നതേയില്ല. For him justice matters, truth matters, and equality for everyone around him matters. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടത് ന്യായമാണ്, സത്യമാണ്. തൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് സമത്വവും സത്യവും തുല്യതയും ലഭിക്കുന്നത്. ഈ വക കാര്യങ്ങളാണ് സ്വന്തം പബ്ലിസിറ്റിയെക്കാളും സ്വന്തം വിജയത്തെക്കാളും എൻ്റെ സഹോദരന് എന്നും പ്രധാനപ്പെട്ടത്. He never looks at a problem superficially. He finds the root of the problem. He finds the structural issue with it. And he works hard and single-mindedly to resolve it. അദ്ദേഹം ഒരിക്കലും പ്രശ്നങ്ങളെ ഉപരിപ്ലവമായ ഒരു തലത്തിൽ നിന്ന് കാണുന്നില്ല. അദ്ദേഹം ആഴത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കും. ആ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഘടന എന്താണ്, സാഹചര്യങ്ങളാണ് എന്താണെന്ന് പഠിക്കും. ആ പ്രശ്നങ്ങളെ ആഴത്തിൽ പരിഹരിക്കാൻ ആവശ്യമായ പരിഹാരങ്ങളുമായിട്ടാണ് അദ്ദേഹം മുൻപോട്ട് വരുന്നതും. Rahul Gandhi believes with all his heart in democracy. അദ്ദേഹത്തിൻ്റെ എല്ലാ ഹൃദയത്തോടും കൂടി, അദ്ദേഹത്തിൻ്റെ ആത്മാവോടുകൂടി അദ്ദേഹം ജനാധിപത്യത്തിൽ, രാഹുൽ ഗാന്ധി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു. He believes in the freedom of expression, of language, of worship, of culture. അദ്ദേഹം ഭാഷയുടെ, സംസ്കാരത്തിൻ്റെ ഒക്കെ ആശയപ്രകാശനത്തിൽ, ആശയവിനിമയത്തിൽ വളരെ അഗാധമായി വിശ്വസിക്കുന്നു. He understands that the true nature of this nation was built, that it was built by the people, for the people. ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം ഉണ്ടായത്, സൃഷ്ടിക്കപ്പെട്ടത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഈ രാജ്യത്തെ ജനങ്ങളാലാണ് എന്ന് അദ്ദേഹം ആത്മാർത്ഥമായി സത്യസന്ധമായി വിശ്വസിക്കുന്നു. We all go to him for advice, and he always speaks the truth, whether we like it, whether it makes us angry or upset or not. ഞങ്ങൾ എല്ലാവരും ഉപദേശത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. പക്ഷേ അദ്ദേഹം ഞങ്ങൾക്ക് ഉപദേശം തരുമ്പോൾ സത്യം മാത്രമേ പറയുകയുള്ളൂ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ഞങ്ങൾക്ക് ദേഷ്യം വന്നാലും എന്തായാലും അദ്ദേഹം സത്യസന്ധമായ ഉപദേശം മാത്രമേ ഞങ്ങൾക്ക് നൽകുകയുള്ളൂ. In the atmosphere of division, hatred and negativity that pervades our country today, where the greed for political power is so insatiable that it has displaced the needs of the people, the suffering of the people, that the constitution is being destroyed, that democracy is being undermined, and the people's suffering has become secondary to one man's whims and weaknesses. A man like Rahul Gandhi, whose abiding faith in equality, love and freedom, his ability to embrace and resolve, is a powerful message to all of us. ശരിക്കും നമ്മുടെ രാജ്യത്തെ വിഭജനവും വിദ്വേഷവും ഒക്കെ പടർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഈ രാജ്യത്തെ മുഴുവൻ കാണാൻ പറ്റുന്ന, ഒറ്റയായിട്ട് കാണാൻ പറ്റുന്ന, ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു വ്യക്തി, രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ഈ രാജ്യത്തിന് നൽകുന്നത് ഒരു വലിയ സന്ദേശമാണ്. രാഹുൽ ഗാന്ധി എന്ന വ്യക്തി തന്നെ ഒരു വലിയ സന്ദേശമാണ്. Last year, when he was flying to Karnataka for a campaign, the plane he was flying in fell several thousands of feet all of a sudden. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയപ്പോൾ അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരുന്ന വിമാനം ധാരാളം അടി താഴേക്ക് വീഴുകയുണ്ടായി. വിമാനത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവുകയുണ്ടായി. When I heard about this incident,
I immediately called up his secretary because I couldn't get through to him. And I said, how is he? Is he okay? ഈ വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഫോണിൽ നേരിട്ട് കിട്ടാൻ സാധിച്ചില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ പെട്ടെന്ന് വിളിച്ചു ചോദിച്ചു, രാഹുൽ ഗാന്ധി അദ്ദേഹം എങ്ങനെയുണ്ട്, അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്താണ്? His secretary said to me, Didi, we were all praying and terrified, but he was standing near the cockpit with the pilots, helping them to handle the crisis. സെക്രട്ടറി എന്നോട് പറഞ്ഞു, ദീദി ഞങ്ങളൊക്കെ വളരെയധികം പേടിച്ചു പോയി, ഞങ്ങളൊക്കെ വളരെ വിഷമിച്ചു പോയി. പക്ഷേ രാഹുൽ ഗാന്ധി ധൈര്യത്തോടുകൂടി കോക്പിറ്റിൻ്റെ അടുത്ത് നിന്ന് പൈലറ്റിൻ്റെ കൂടെ നിന്ന് ആ പൈലറ്റിനെ ആ സാഹചര്യം നേരിടാൻ, ആ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം നേരിടാൻ അദ്ദേഹത്തെ സഹായിക്കുകയായിരുന്നു. He was completely calm. അദ്ദേഹം ഏറെ ശാന്തനായിരുന്നു. അത്ര പ്രതികൂലമായ ഒരു സാഹചര്യത്തിലും അദ്ദേഹം ഏറെ ശാന്തനായിരുന്നു. He is a man I can depend upon to stand by me through thick and thin, to show me always unflinchingly right from wrong. അദ്ദേഹം ഒരു വ്യക്തിയാണ് എൻ്റെ എല്ലാ അവസ്ഥകളിലും, എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാ അവസ്ഥയിലും എനിക്ക് ഒരുമിച്ച് കൂടെ നിൽക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ്. എല്ലായ്പ്പോഴും എനിക്ക് ശരിയും തെറ്റും കാണിച്ചു തരുന്ന, എല്ലായ്പ്പോഴും എൻ്റെ കൂടെ നിൽക്കാൻ കഴിയുന്ന, കൈപിടിച്ച് നിൽക്കാൻ കഴിയുന്ന വ്യക്തിയാണ് എൻ്റെ സഹോദരൻ. In whose hands I know you are safe. I know he is fully committed to your welfare, and I know that if there is ever a crisis, he will stand by you shoulder to shoulder and fight for you. അങ്ങനെ എല്ലാ കാലത്തും എല്ലാ സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന ആ മനുഷ്യൻ, എൻ്റെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിങ്ങൾ സുരക്ഷിതരാണെന്ന് എനിക്ക് ഉറക്കെ പറയാൻ സാധിക്കും. അദ്ദേഹം നിങ്ങളുടെ ക്ഷേമത്തിനും നിങ്ങളുടെ നന്മയ്ക്കും വേണ്ടി പൂർണ്ണമായി കടപ്പെട്ടിരിക്കുന്ന പ്രതിബദ്ധതയുള്ള ആളാണെന്ന് എനിക്ക് നന്നായി പറയാൻ സാധിക്കും. So my sisters and brothers of Wayanad, I entrust you with my brother Rahul, and I believe and know that you will put your faith in him and he will be true to you. എൻ്റെ വയനാട്ടിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ എൻ്റെ സഹോദരനായ രാഹുലിനെ നിങ്ങളെ ഏൽപ്പിക്കുന്നു. എനിക്കറിയാം നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുമെന്ന്, അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ നിൽക്കുമെന്നും അദ്ദേഹം നിങ്ങളെ എല്ലാ കാലവും നോക്കുമെന്നും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ സഹോദരനെ നിങ്ങളെ ഏൽപ്പിക്കുന്നു. Thank you for having come all the way to hear me speak. I know it's very hot and I hope I haven't caused you too much disturbance by making you wait. Thank you. നിങ്ങളെല്ലാവരും ഈ ചൂടുള്ള സമയത്ത് ഇവിടെ വന്ന് എൻ്റെ പ്രസംഗം കേൾക്കാൻ, വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഇവിടെ വന്നതിൽ എനിക്ക് വളരെ